നമുക്ക് കിരണിന്റെയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ നാളത്തെ കഥ നമ്മൾ കാണുന്ന കല്യാണി ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ട് കിടക്കുമായിരുന്നു. രാഹുൽ തന്നെ വന്ന് കുത്തിയതൊക്കെ അതൊക്കെ ഓർത്തു കഴിഞ്ഞപ്പോഴത്തേനും കല്യാണിയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. ഈ സമയത്താണ് കിരൺ അങ്ങോട്ടേക്ക് വരുന്നത്. കിരൺ വന്നിട്ട് ചോദിച്ചു, എന്താ കല്യാണി, നീ കണ്ണു തുറന്ന് എന്തോ ആലോചിച്ചുകൊണ്ട് കിടക്കുമായിരുന്നു തോന്നല്ലോ. അത് പിന്നെ കിരണേട്ടാ, ഞാന് കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിക്കുമായിരുന്നു. ഇപ്പൊ എനിക്ക് എല്ലാവരും സ്വപ്നം പോലെ തോന്നുവാന്ന് പറഞ്ഞു. വിഷമിക്കൊന്നും വേണ്ട. അവന്റെ ബോഡി അടക്കാൻ കൊണ്ടുപോയിട്ടുണ്ടെന്ന് പറഞ്ഞു. അതെ, വീട്ടിലേക്ക് കൊണ്ടുവന്നായിരുന്നു അവന്റെ ബോഡി. പക്ഷെ അവിടെ കൊണ്ടുവന്ന് ദഹിപ്പിക്കാനോ ഒന്നിനും സാധിക്കില്ല എന്ന് അമ്മ തർപ്പിച്ചു പറഞ്ഞു. അതോടുകൂടി അവന്റെ ബോഡി അവിടുന്ന് കൊണ്ടുപോയെന്ന് പറഞ്ഞു. അല്ല, എങ്ങോട്ടേക്കാ കിരണേട്ടാ കൊണ്ടുപോയത്? പൊതു ശ്മശാനത്തിലേക്കായിരിക്കും. എങ്ങോട്ട് കൊണ്ടായാലും അതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ. പിന്നെ സരിയും ശാരി ആന്റിയും കൂടെ പിന്നാലെ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. അല്ല, അവൾക്ക് സങ്കടമുണ്ടോ? അവൾക്ക് സങ്കടമൊന്നുമില്ല. അവള് പറയുന്നത് നല്ല കാര്യമാന്നാ പറഞ്ഞേ. അങ്ങനെ തന്നെ വേണം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ശാരി ആന്റിയുടെ മുഖത്ത് കുറച്ച് സങ്കടമൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞു. അപ്പോഴേക്കും കല്യാണി പറഞ്ഞു, കിരണേട്ടാ, ഒന്നും അല്ലേലും സ്വന്തം അച്ഛനല്ലേ, അവൾക്ക് വിഷമം കാണും. പക്ഷെ അതൊന്നും അവള് പുറമെ കാണിക്കാത്തായിരിക്കും. നമ്മുടെ മുന്നില് അവൾ അഭിനയിക്കുമായിരിക്കും. കിരണേട്ടനെയൊക്കെ മുന്നില് ഉള്ളി വിഷമില്ലാതിരിക്കില്ലല്ലോ. പിന്നെ കർമ്മങ്ങളൊക്കെ ചെയ്യണമെന്ന് അവൾക്കൊരു താല്പര്യമില്ലായിരുന്നു. പിന്നെ അമ്മയെ പറഞ്ഞ് വേണമെങ്കിൽ പോയി കർമ്മങ്ങളൊക്കെ ചെയ്തോളാൻ പറഞ്ഞ് അങ്ങനെ പോയെന്ന് പറഞ്ഞു. അതെന്താളും നല്ലതാ കിരണേട്ട. എത്രയാന്ന് പറഞ്ഞാലും അവളുടെ അച്ഛനല്ലേ, അവളല്ലേ കർമ്മം ചെയ്യാനുള്ള അന്ത്യകർമ്മങ്ങൾ ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അല്ലാതെ അല്ലെങ്കിൽ ഗതി കിട്ടാത്ത ആത്മാവായിട്ട് ഇങ്ങനെ അലിഞ്ഞു തിരിഞ്ഞ് നടക്കൂന്ന് പറഞ്ഞു. അത് കേട്ടപ്പം കിരൺ പറഞ്ഞു, അല്ലെങ്കിലും അയാൾക്ക് ഒരിക്കലും ഒരു ഗതിയും പരഗതിയും ഉണ്ടാവാൻ പോകുന്നില്ല. അങ്ങേ ലോകത്ത് എന്നാലും അങ്ങേർക്കിടെ നല്ല പണി തന്നെ കിട്ടാൻ പോകുന്നത്. കാരണം അത്രയ്ക്ക് ദുഷ്ടനായിരുന്നല്ലോ. അങ്ങേരുടെ ആത്മാവിന് എന്ത് ശാന്തി കിട്ടാൻ പോകുന്നില്ല കല്യാണി. അതുപോലെ ദുഷ്ടത്തരങ്ങളൊക്കെ അയാൾ ചെയ്തു കൂട്ടി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. എൻ്റെ അമ്മയുടെ പ്രാക്ക് തന്നെ മതിയല്ലോ. കാരണം എത്രയോ വർഷക്കാലം എൻ്റെ അച്ഛനെയും അമ്മയും തമ്മിൽ അകറ്റിയത്. അത്രയ്ക്ക് ദുഷ്ടനായ അയാള് എത്രയോ വട്ടം നിന്നെ കൊല്ലാനായിട്ട് ശ്രമിച്ചു. എന്നിട്ടെങ്കിലും അയാൾ പഠിച്ചോന്ന് ചോദിച്ചു. വേണ്ട കിരണേട്ട, ഇനിയിപ്പോൾ അയാൾ മരിച്ചു പോയില്ലേ, അതിനെക്കുറിച്ചൊന്നും പറയണ്ടെന്ന് പറഞ്ഞു. പിന്നെ സൂക്ഷിക്കണം, ഒരുത്തനുണ്ടല്ലോ അകത്തുണ്ടല്ലോ, അവൻ ഇനി എപ്പോഴേത് നിമിഷം എങ്ങനെ പുറത്തിറങ്ങണമെന്ന് അറിയത്തില്ല. കിരൺ പറഞ്ഞു, ആ കാര്യമൊന്നും ഓർത്ത് നീ വിഷമിക്കണ്ടെന്ന് പറഞ്ഞു. ആ സമയത്ത് സരി പോയി രാഹുലിന്റെ അന്ത്യകർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ അതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് സരിയുവിന് ആകെപ്പാടെ ബുദ്ധിമുട്ടായിപ്പോയി. എന്ത് ചെയ്യണം നടത്തില്ല. ശരിക്കും കരച്ചിൽ വരുന്നുണ്ടായിരുന്നു. കരയാൻ പറ്റില്ലല്ലോ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച്. അത് ബാക്കിയുള്ളവർ സംശയം ഉണ്ടാക്കും. തനിക്കപ്പോൾ സങ്കടമുണ്ട് എന്ന് മറ്റുള്ളവർ വിചാരിക്കുകയും ചെയ്യും. അത് പാടില്ലാത്തതുകൊണ്ട് മാത്രം സരി ഇങ്ങനെ കടിച്ചു പിടിച്ചു നിന്നു. പിന്നീട് തിരികെ വീട്ടിലേക്ക് വരുവാണ്. ഈ സമയത്ത് താര അവിടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. സരുവിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും താര ചോദിച്ചു, അല്ല മോളെ, നീ നിന്റെ അച്ഛനെ പോയി കണ്ടോ എന്നൊക്കെ ചോദിക്കണം. കണ്ടു, കാണാതിരിക്കാൻ പറ്റില്ലോ, എൻ്റെ അച്ഛനെ കർമ്മങ്ങളൊന്നും ചെയ്യാതിരിക്കാൻ പറ്റില്ലോ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ താര പറഞ്ഞു, നിന്റെ അച്ഛൻ അത്രയ്ക്ക് ദുഷ്ടനായിരുന്നു. എത്രമാത്രം ദുഷ്ടതരങ്ങൾ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. ഒടുവിൽ ആ പാവം പിടിച്ച കല്യാണി മോളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചോണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ദേ, എൻ്റെ അച്ഛനെ കുറ്റം പറഞ്ഞാണ്ടല്ലോ എനിക്ക് സഹിക്കില്ല. അതിപ്പോ ആരാണെങ്കിലും ശരി, കാര്യം പറഞ്ഞാ ഞാനും അച്ഛനും തമ്മിൽ ഒത്തിരി പൊരുത്തക്കേടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എൻ്റെ അച്ഛൻ എനിക്ക് വേണ്ടിയിട്ടാ കല്യാണി ഇല്ലാതാക്കാൻ ശ്രമിച്ചത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എനിക്ക് കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഞാൻ കിരണിനെ സ്വന്തമാക്കിയിരിക്കും. എൻ്റെ അച്ഛൻ്റെ ആഗ്രഹം അത്. എങ്കിൽ മാത്രം എൻ്റെ അച്ഛന് ആത്മാവിന് ശാന്തി കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞു. അതോടൊപ്പം താര പറഞ്ഞു, മോളെ നീ എന്തൊക്കെയാ പറയണേ? ഇനി ആ കല്യാണി മരിക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചോ. എൻ്റെ ഒരേ ഒരു പ്രാർത്ഥന അത് മാത്രമായിരിക്കും, കല്യാണി മരിക്കണമെന്ന്. ഇല്ലെങ്കിൽ അവളെ ഞാൻ തന്നെ കൊല്ലേണ്ട വരും. എനിക്ക് കിരണിന്റെ ജീവിതത്തിലേക്ക് കടക്കണമെങ്കിൽ അവളില്ലാതാവണമെന്ന് പറഞ്ഞു. താരയ്ക്ക് ഭയങ്കര ടെൻഷനായി. അപ്പോഴേക്കും സരയ പറഞ്ഞു, നിങ്ങളെ ഇവിടുന്ന് കരയണ്ടിനി. കരഞ്ഞിട്ട് ഇനിയിപ്പോൾ അവരെയും കൂടെ കാര്യങ്ങളൊക്കെ അറിയിച്ചിട്ടുണ്ടല്ലോ, പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ. എനിക്ക് പിന്നെ ഇങ്ങനെ ഒരു അമ്മയില്ലെന്ന് ഞാനങ്ങോട്ട് കരുതും. എൻ്റെ അച്ഛൻ്റെ ആഗ്രഹം എനിക്ക് നിറവേറ്റി കൊടുത്തേ മതിയാവുള്ളൂ. ഈ സരയു ഇനിയാണ് കളിക്കാൻ പോണേ. അതും പറഞ്ഞൊരു സരയു അകത്തേക്ക് കയറിപ്പോയി. അപ്പോഴേക്കും താര മനസ്സിലോർത്തു, എത്ര പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം മോളാണല്ലോ എന്ന് കരുതിയിട്ടാ എല്ലാം സഹിച്ച് ക്ഷമിച്ച് മുന്നോട്ട് പോകുന്നേ. അല്ലെങ്കിൽ പണ്ട് ഇതൊക്കെ കിരണ് കല്യാണിയോടൊക്കെ തുറന്നു പറയായിരുന്നു. അവരെത്ര പാവാ. പക്ഷെ ഇവളെ കൊണ്ട് ഒരു രക്ഷയില്ല. ഇവളിനിയിപ്പോൾ എങ്ങനെ നന്നാവും അതൊന്നും അറിയത്തില്ല. അച്ഛൻ മരിച്ചു, പക്ഷെ എന്ന് പറഞ്ഞാലും അയാൾ അത്രയ്ക്ക് ദുഷ്ടനായിരുന്നു. എന്നിട്ട് ഇവൾക്ക് കിരണിനെ സ്വന്തമാക്കണമെന്നൊരു ചിന്ത മാത്രമൊക്കെ ഉള്ളൂ. അതൊക്കെ ഓർത്ത് കഴിഞ്ഞാൽ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു താരയ്ക്ക്. ആരോടും ഈ സത്യങ്ങളൊന്നും തുറന്നു പറയാനും പറ്റില്ലല്ലോ. ഈ സമയത്ത് സിഐക്ക് ചില വിവരങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ഗംഗാപ്രസാദിനെ കുറിച്ചൊക്കെ. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ രതീഷിനെ വേലുവിനെയും ചോദ്യം ചെയ്യാനായിട്ട് അവരെ വിളിപ്പിക്കാനായിട്ട് അങ്ങോട്ട് വരുവാണ്. ആ സമയത്ത് രതീഷും വേലും
സംസാരിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. അങ്ങനെ അവരുടെ അടുത്തേക്ക് CI വന്നു. CI വന്നിട്ട് പറഞ്ഞു, രണ്ടുപേരും കൂടെ സ്റ്റേഷനിൽ വരുന്നവർ കാരണം കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും രതീഷ് പറഞ്ഞു, എന്തിനു സാറേ, അതിന് ഞങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലോ എന്ന് പറഞ്ഞു. തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിലും തെറ്റിന് കൂട്ടു നിന്നവനാണല്ലോ, അല്ലെങ്കിൽ ഇവന് സാക്ഷികളാണല്ലോ, അപ്പൊ അതൊക്കെ ഒന്ന് ചോദിച്ചറിയാൻ വേണ്ടാന്ന് പറഞ്ഞു. അപ്പൊ CIക്ക് സംശയം ഉണ്ടായിരുന്നു രാഹുലിന്റെ തിരോധാനം. രാഹുൽ മരിച്ചിരിക്കുന്ന വേലുമൊക്കെ താമസിക്കുന്ന ആ കാട്ടി വെച്ചാണ്. രാഹുൽ അവിടേക്ക് പോയി അവിടെ ആ കൊടും കാട്ടി കൂട്ടിരിക്കണമെങ്കിൽ, അല്ല ഒറ്റയ്ക്ക് ഇരിക്കണമെങ്കിൽ അതിന് തക്കതായ എന്തെങ്കിലും കാരണം കാണും. ഒരുപക്ഷെ അവനെ അവിടെ അല്ലെങ്കിൽ കൊണ്ടുപോയിട്ടാണോന്ന് അറിയത്തില്ല. അല്ലെങ്കിൽ ആ കൊടുങ്കാട്ടി പോയി പേടിച്ചാണ്ടിരിക്കേണ്ട കാര്യമില്ലല്ലോ, ഒരിക്കലും ചെയ്യത്തില്ല. അപ്പൊ ഇതിന്റെ പിന്നിൽ മറ്റാരുടെയെങ്കിലും കൈകളുണ്ടോ എന്ന് സംശയമുണ്ട്. വേലുവിനൊക്കെ ഇതിനെക്കുറിച്ച് അറിയാവോ എന്നും അറിയില്ല. അതുപോലെ തന്നെ ഗംഗാപ്രസാദിന്റെ തിരോധാനത്തെക്കുറിച്ചും. ഒടുവിൽ വേലു പറഞ്ഞു, സാറേ ഞങ്ങൾ ഒരു തെറ്റും ചെയ്യാതെ ഞങ്ങളെ എന്തിനാ കൊണ്ടുപോകണമെന്ന് ചോദിച്ചു. ഇങ്ങോട്ട് കയറാ, അതൊക്കെ അവിടെ ചെന്നിട്ട് പറയാന്ന് പറഞ്ഞു. അങ്ങനെ അവരെയും കൊണ്ട് അങ്ങോട്ടേക്ക് പോവാണ്. ഈ സമയത്ത് ശാരി വീട്ടിലേക്ക് വരുന്നേ. വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേന് ജോബ് അയച്ചു. എന്താടി ശരി, നിന്റെ മോള് കർമ്മങ്ങളൊക്കെ ചെയ്തോന്ന് ചോദിച്ചു. ചെയ്തു എന്ന് പറഞ്ഞു. അവൾക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ശാരി പറയണേ. എങ്ങനെ താല്പര്യം ഉണ്ടാവാൻ, അത്രയ്ക്ക് ദുഷ്ടനായ ഒരുത്തനല്ലേ അവളുടെ അച്ഛന്. സ്വന്തം മോൾക്ക് പോലും അയാളെ പിടിക്കത്തില്ല. എന്ത് ചെയ്യാനാ, എന്റെ സഹോദരനായി പോയി. ആ സമയം ശാരി പറഞ്ഞു, ഇനിയിപ്പം അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല രൂപേ, അങ്ങേര് മരിച്ചു പോയില്ലേന്ന് ചോദിച്ചു. മരിച്ചു പോയി പോലും, അത്രയ്ക്ക് ദുഷ്ടതരം ചെയ്ത് കൂട്ടിയിട്ടുണ്ടീ. നിനക്ക് തന്നെ അറിയാവുന്ന കാര്യമില്ലേ, നീയും അയാളും കൂടെ ചേർന്നിട്ട് എന്തൊക്കെ പണികളാ എനിക്കിട്ടും ചന്ദ്രനിട്ടും തന്നത്. ഞങ്ങളതെല്ലാം സഹിച്ചു ക്ഷമിച്ചു വീണ്ടും മുന്നോട്ട് പോയതാ. ഒടുവില് വീണ്ടും ഞങ്ങളെ കൊല്ലാനായിട്ട് വന്നില്ലേ. അങ്ങനെയാണെങ്കിൽ അവനെപ്പോലുള്ള ഒരുത്തനെ ഇങ്ങനൊരു മരണോ നല്ലത്. മൃഗങ്ങൾ കടിച്ചു കയറി കൊല്ലണമായിരുന്നു, അത് തന്നെയായിരുന്നു വേണ്ടിയിരുന്നേന്ന് പറഞ്ഞു. ശാരിക്കാനും മറുപടി ഒന്നും ഇല്ലായിരുന്നു. അപ്പോഴേക്ക് സേനം വന്നിട്ട് പറഞ്ഞു, എന്താ ശാരിയുടെ മുഖത്തൊരു സങ്കടം? ഇനിയിപ്പോ ഭർത്താവ് മരിച്ചതിന്റെ വിഷമാണോന്ന് ചോദിച്ചു. അങ്ങനെയൊന്നും ഇല്ല സേന, എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാന്ന് പറഞ്ഞു. പിന്നെ ഓരോന്നൊക്കെ ആലോചിക്കുമ്പോ മനസ്സിലായി, കൂടുതലൊന്നും ആലോചിക്കണ്ടെന്ന് പറഞ്ഞു. പിന്നീട് ഒന്നും മിണ്ടാതെ ശാരി അകത്തേക്ക് കൊണ്ട് കയറിപ്പോയി. ശാരിക്ക് സംശയമായി, ഇവർക്ക് നേരത്തെ ഈ കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നോ? ഇന്ന് സദ്യ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാല് കല്യാണി ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് അങ്ങനെ സദ്യ കഴിക്കാനും മൂടുന്നവർക്ക് തോന്നാത്ത, പക്ഷെ ഇന്ന് അതൊക്കെ വേണമെന്ന് പറഞ്ഞു. രാഹുലിന്റെ മരണം മുൻകൂട്ടി കണ്ടിട്ടാണോ ഇതൊക്കെ ചെയ്തേ, അതോ ഇനിയിപ്പോ ഇവരുടെ കൂട്ടത്തിലുള്ള ആരെങ്കിലും ആണോ രാഹുലിനെ ഇല്ലാതാക്കിയത് എന്നൊരു ചിന്തയൊക്കെ ശാരിയുടെ മനസ്സിലുണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, ഒന്നും പരാതി പോലും കൊടുക്കാൻ പറ്റില്ല. സരയു പറഞ്ഞ കണക്ക് പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അതിനേക്കാളും വലിയ പ്രശ്നമാവും. അതുകൊണ്ട് പരാതി ഒന്നും കൊടുക്കാതിരിക്കുന്ന ഭേദം. അങ്ങേര് ദുഷ്ടനായിരുന്നു, പക്ഷെ എന്ന് പറഞ്ഞാലും സരുവിന്റെ അച്ഛനാണല്ലോ. പോരാത്തതിന് സരുവിന് അച്ഛനോട് ഭയങ്കര ഇഷ്ടം ഉണ്ടായിരുന്നാലും കാര്യമൊക്കെ കാര്യം. ഈ സമയത്ത് വേലുവിനെ രതീഷിനെയും കൊണ്ട് CI പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുവാണ്. ചെന്നതിന് ശേഷം ഗംഗാപ്രസാദിന്റെ തിരോധനമായിട്ട് ബന്ധപ്പെട്ടും രാഹുലിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കണം. രതീഷും വേലും പിടികൊടുത്തില്ല. ഞങ്ങൾക്കൊന്നും അറിയത്തില്ല സാറേ എന്ന് പറഞ്ഞു. അങ്ങനെ അറിയത്തില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെയാ ശരിയാവുന്നേ? അന്ന് ആ ഓഡിറ്റോറിയത്തിലേക്ക് ഗംഗാപ്രസാദ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അങ്ങ് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം വേലു പറഞ്ഞു, അറിയാമെങ്കിൽ ഞങ്ങൾ പറയില്ല സാറേ, പിന്നെ സാർ എന്താ ഇത്ര ബുദ്ധിമുട്ടുണ്ടെന്നേ ചോദിച്ചു. എനിക്കിതൊന്നും ബുദ്ധിമുട്ടല്ല, പോലീസിന്റെ ഡ്യൂട്ടിയാണ് ഞാൻ ചെയ്യുന്നേ, എനിക്കിത് ചെയ്തില്ലേ മതിയാവുള്ളൂ. നിങ്ങൾക്കറിയാം സത്യങ്ങൾ എന്താന്ന്, അവിടെ നടന്ന ഓരോ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് വ്യക്തമായിട്ടറിയാം. നിങ്ങൾ ഒരുപക്ഷെ കുറ്റം ചെയ്തിട്ടില്ലായിരിക്കും, പക്ഷെ നിങ്ങൾ അതിന് സാക്ഷികളാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ രതീഷും വേലും ഒക്കെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ പരസ്പരം നോക്കുവാണ്. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഇനിയിപ്പം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിരൺ സാറ് കുടുങ്ങുമെന്നറിയാം. അതുകൊണ്ട് ഒരു കാരണവശാലും പിടി കൊടുത്തുകൂടാ. ചോദിക്കുന്ന ചോദ്യത്തിനൊക്കെ അവര് ഉത്തരം പറഞ്ഞെങ്കിലും ഒരു കാരണവശാലും കിരണിനെ ഒറ്റിക്കൊടുത്തില്ല. പക്ഷെ CIക്ക് ചില സംശയങ്ങളും കാര്യങ്ങളൊക്കെ തോന്നി. കിരൺ ആയിരിക്കും ഇതിന്റെ പിന്നില്. പക്ഷെ തെളിവുകളും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. എന്തെങ്കിലും തെളിവുകൾ കിട്ടിയാലേ കിരണിനെ പോയി അറസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അതിൻ്റെതായ ഒരു ടെൻഷന് അയാൾക്കുണ്ടായിരുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു. ആ സമയം കിരൺ എങ്ങനെയെന്ന് ആലോചിക്കുവാണ്. ഇനി ഇപ്പോൾ ഉള്ളത് വിക്രമാണ്. അവൻ പുറത്തിറങ്ങിയിട്ടുണ്ട്. അവന്റെ കാര്യത്തിൽ ഇങ്ങനെ ഒരു തീരുമാനം ഉണ്ടാക്കണം. കല്യാണിന് നേരെ കൊലക്കത്തിയായിട്ട് അവൻ വരരുത്. ആ സമയം വിക്രം രാഹുൽ മരിച്ചെന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞു. വിക്രത്തിന് ഏറ്റവും വലിയ അടിയായിരുന്നത്. വിക്രം ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ രാഹുൽ മരിക്കും എന്നുള്ള കാര്യം. അപ്പൊ അവസാന പ്രതീക്ഷയും വിക്രത്തിന്റെ പോയി. ഇനിയിപ്പൊ എന്ത് ചെയ്യുമെന്നായി. വിക്രത്തിന്റെ മനസ്സിലൊരു ഭയമൊക്കെ കടന്നുകൂടി. ഇത്രയും നാൾ അങ്ങനെ ആയിരുന്നില്ല, പക്ഷെ ഇപ്പോഴെന്തോ വല്ലാത്തൊരു ഭയമൊക്കെ കടന്നു കൂടുന്നുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.